മസാല ബോണ്ട് കേസിൽ ഇ.ഡി. സമൻസിനെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച് മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. മുമ്പുള്ള ഹർജി അന്തിമവാദത്തിന് മാറ്റിയ സാഹചര്യത്തിൽ വീണ്ടും സമൻസ് അയക്കേണ്ടതില്ല എന്നാണ് വാദം. പുതിയ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് ശ്രീകാന്ത് കൊച്ചിയിൽ ചേരുന്നു. ശ്രീകാന്ത്, ഈ ഇ.ഡി. വീണ്ടും തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കോടതിയെ ബോധിപ്പിച്ചിരുന്നു. ഈ മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനത്തിനെ കുറിച്ച് തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്നായിരുന്നു ഇ.ഡിയുടെ വാദം. ഇത്തരത്തിൽ വീണ്ടും സമൻസ് അയക്കുന്നു, പക്ഷേ സമൻസിന് ഹാജരാകാൻ കഴിയില്ലെന്ന മറുവാദം ഉയർത്തുന്നു. എന്താണ് വിവരങ്ങൾ? നിലവിലിപ്പോൾ ഇന്നാണ് ഈ സമൻസ് വീണ്ടും തോമസ് ഐസക്കിന് കിട്ടിയത്. ഏപ്രിൽ 2-ന് ഹാജരാകണം ചോദ്യം ചെയ്യലിന് എന്നുള്ളതായിരുന്നു ആവശ്യം. അതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി അദ്ദേഹം സമീപിച്ചിരിക്കുന്നത്. അന്തിമവാദത്തിനായി പഴയ ഹർജി മാറ്റി ഏപ്രിൽ 2-ലേക്ക് വെച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ തിടുക്കപ്പെട്ട് വീണ്ടും ഒരു സമൻസ് നൽകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് തോമസ് ഐസക് വാദിക്കുന്നു. തന്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ഈ ഇ.ഡി. ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിൽ നൽകാൻ സാധിക്കുന്ന രേഖകളൊക്കെ തന്നെ കിഫ്ബി നൽകിയതായും തോമസ് ഐസക് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ഈ സമൻസ് സ്റ്റേ ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. നേരത്തെ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ കോടതിയെ സമീപിക്കാൻ തോമസ് ഐസക്കിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കോടതിയിലെത്തിയത്. തിങ്കളാഴ്ച കേസ് പരിഗണിക്കും. ശരി, ഇ.ഡിയുടെ പുതിയ സമൻസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് തോമസ് ഐസക് വാദിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമൻസ് റദ്ദ് ചെയ്യാൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ ഹർജി നൽകിയിരിക്കുന്നത്, ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്.